അടുത്തതായി ബെസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ഫർണിച്ചർ റെയ്നോൾഡ്സ്, അതിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് PV അനിൽ സാറിനെയും പുരസ്കാരം നൽകുന്നതിനായിട്ട് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറിനെയും ക്ഷണിക്കുകയാണ്. എക്സലൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് ശ്രീമതി ചിഞ്ചുറാണി മാഡത്തോടും അപേക്ഷിക്കുന്നു. നമസ്കാരം. ഞാനൊരു വിജയിക്കാത്ത ആളാണ്. കാരണം പക്വതയില്ലാത്ത കാലത്ത് ഫാദറിൻ്റെ 50 ലക്ഷമായിട്ട് ഞങ്ങളൊരു 8 പേര് കൂടി ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു. അത് പ്ലാസ്റ്റിക് ചെയറാണ്. എനിക്കിങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിച്ച് ശീലമില്ല, അതുകൊണ്ട് കുറച്ച് പതർച്ചയൊക്കെ ഉണ്ട്. 2008 ആ സ്ഥാപനം, ഒരു പ്ലാസ്റ്റിക് ചെയർ. പക്ഷേ അതീ പറഞ്ഞതുപോലെ നീൽക്കമല്, പ്രൈമ പോലത്തെയൊക്കെ വലിയ കമ്പനികൾ മാർക്കറ്റിലുള്ള സമയത്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലത്തെ ഈ പ്ലാസ്റ്റിക് ചെയർ ഒരു 4-5 മോഡൽ ഉണ്ടായിരുന്നുള്ളൂ. പല പ്രശ്നങ്ങളുമായി, സാമ്പത്തിക ബുദ്ധിമുട്ടായി അത് തമിഴ്നാട് ഒരു വലിയൊരു പാർട്ടി ഏറ്റെടുത്തു. പക്ഷെ എനിക്ക് അപ്പോഴും ആ ഒരു പ്ലാസ്റ്റിക്കിനോടുള്ള ഒരു ഇഷ്ടം കാരണം ഞാൻ ഒരു മോൾഡ്, ഇപ്പം നമ്മൾ ഈ ഡെക്കറേഷൻ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആംലെസ് ചെയർ, അതിൻ്റെ മോൾഡ് ഞാൻ വിറ്റില്ല. അങ്ങനെ അത് വെച്ച് 2 വർഷം ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ പുറത്തൊരു ജോലിക്ക് പോയി. ജോലിക്ക് പോയതിന് ശേഷം ആ മോൾഡ് ഞാൻ ഒരു ജോബ് വർക്ക് ചെയ്ത് റെയ്നോൾഡ്സ് എന്ന പേരിൽ ഒരു 4 വർഷം മുമ്പ് ഞാൻ ഇറക്കി. അത് ഈ ഡെക്കറേഷൻ പാർട്ടികൾ, അതായത് ഈ ഹയർ ഹുഡ്സ് കൊടുക്കുന്ന ടീമുകൾ, അവർക്ക് ഞാൻ ഇത് കൊടുത്തു. പതുക്കെ പതുക്കെ വളർന്നു. ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒരു 8,000-10,000 ചെയറിന്റെ അടുത്ത് ഞാൻ വിൽക്കുന്നുണ്ട്. റെയ്നോൾഡ്സ് എന്ന പേരിലാണ്. പോരായിട്ടില്ല. അത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ആവശ്യമുള്ളത്. പൊതുവെ ഈ വീട്ടുകാരെ പൈസ നശിപ്പിച്ച് എന്ന് പറയുന്നു. പിന്നെ അതിൽ നിന്ന് ഉയർന്നു വരുമ്പോ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അപ്പൊ ആ പാഠങ്ങളിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന 1-2 പോയിന്റ് കൂടി താങ്കൾ പറയണം. എൻ്റെ ഒരു പാർട്ട്ണറിന്റെ വീട് ജപ്തി ചെയ്തു. കാരണം ഞങ്ങളുടെ ഒരു 4 പാർട്ട്നേഴ്സ്, അതിൽ 3 പേര് ഇപ്പൊ UK-ലാണ്. പക്ഷെ പാഠം എന്നത് എൻ്റെ ഒരു വാക്ക് വിശ്വസിച്ചാണ് അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. പക്ഷെ എന്താ പറയാ, നമ്മൾ അവസാന നിമിഷവും ഇതും ശ്രമിക്കുക എന്നതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം നമുക്കൊരു തോൽവി ഉണ്ടെങ്കിൽ അടുത്തത് വിജയമായിരിക്കും എന്നൊരു മനസ്സിലൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ മോൾഡ് വിൽക്കാതെ 2 വർഷം വീട്ടിൽ വെച്ച് ജോലിക്ക് പോയത്. ഓക്കെ.